മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു. പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൻ ഗോല്യാത്തിനെ ദാവീദും താമാറുത്തമയായി മൂന്നാം ദാവീദുന്നതനായി മൂന്നാം സംരക്ഷകനാം തൃത്വത്തെ വിശ്വാസിനി പാവന സഭയാൽ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ കഥാപാത്രത്തെ പറ്റിയാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ വംശാവലിയിൽ ഇവളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് ആദ്യം തന്നെ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മത്തായി ശ്ലീഹ ഒരു യഹൂദനാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. പ്രത്യേകിച്ചും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നതോ നല്ല നടപ്പില്ലാത്തതുമായ സ്ത്രീകളെ ഒരു രീതിയിലും ശുദ്ധമുള്ള മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ ഈ സ്ത്രീ കഥാപാത്രത്തെ മത്തായി ശ്ലീഹ കർത്താവിൻ്റെ വംശപാരമ്പര്യത്തിൽ അല്ലെങ്കിൽ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലനുസരിച്ചും ആത്മീയമായി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിനനുസരിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവളുടെ പേർ താമാർ എന്നാണ്. ഈ താമാർ ആരായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിവളോടൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു അറപ്പോ ഒക്കെയാണ് തോന്നുവാൻ സാധ്യത. കാരണം കാമാർത്തിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ നമുക്ക് തോന്നാം. എന്താണ് അവൾ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിതാക്കന്മാർ എന്തുകൊണ്ടാണ് ഇവളെ ഇത്ര ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവൾ ആരാണ്? ഇവൾ യാക്കോബിൻ്റെ പുത്രനായ യഹൂദയുടെ മരുമോളായിരുന്നു. യാക്കോബിന് 12 പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 12 പുത്രന്മാരിൽ യഹൂദയുടെ മരുമോളായിരുന്നു. യഹൂദ പാരമ്പര്യത്തിലാണ് കർത്താവ് ജനിക്കുന്നത്. ആ കർത്താവിൻ്റെ പാരമ്പര്യത്തിലാണ് അല്ലെങ്കിൽ വംശാവലിയിലാണ് ഇവളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രൂബേൻ എന്ന് പറയുന്ന യാക്കോബിൻ്റെ ആദ്യജാതൻ തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ചതിനാൽ അവൻ പാപം ചെയ്ത് അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശമെല്ലാം നഷ്ടപ്പെടുത്തിയതിനാൽ യഹൂദയിലേക്ക് ഈ ഭാഗ്യം വന്നു ചേർന്നു. കർത്താവ് ജനിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിലാണെന്ന് വന്നു ചേർന്നു. അതുകൊണ്ട് യഹൂദ പാരമ്പര്യത്തിൽ ജനിക്കുന്ന കർത്താവിൻ്റെ വംശാവലിയിൽ ഇവൾ അങ്ങനെ കയറിപ്പറ്റി എന്നുള്ളത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. യഹൂദയുടെ മരുമകളായിരുന്നു താമാർ. യഹൂദയ്ക്ക് 3 പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുത്രന്മാർ 1 ഏർ, ഏറ്റവും മൂത്ത പുത്രൻ, 2 ഓനാൻ, മൂന്നാമത്തവൻ്റെ പേര് ശേല എന്നായിരുന്നു. നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിലാണ് ഈ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 37-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം യോസഫിനെ പോത്തീഫറിന് വിറ്റു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. മിദ്യാന്യർ പൊട്ടക്കുഴിയിൽ നിന്നും യോസഫിനെ വാങ്ങി അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി പോത്തീഫറിന് വിറ്റു എന്ന് പറഞ്ഞാണ് 37-ാം അധ്യായം അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയാണ് 38-ാം അധ്യായത്തിൽ വരേണ്ടത്. എന്നാൽ അവിടെ
അതല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത് 39 അധ്യായത്തിലാണ്. പൊത്തീഫറിന് വിറ്റ ശേഷം പൊത്തീഫറിൻ്റെ കൊട്ടാരത്തിലുള്ള ജോസഫിൻ്റെ മറ്റ് ജീവിത വ്യവഹാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് 39 അധ്യായത്തിലാണ്. ഇതിനിടയിൽ 38 അധ്യായത്തിൽ ജോസഫിൻ്റെ സംഭവവുമായിട്ട് ബന്ധമില്ലാത്ത, അതായത് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഈ സംഭവം ഇവിടെ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ചേർത്തിരിക്കുന്നത്? ഇങ്ങനെ ദൈവാത്മാവ് പല കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ ഇടയ്ക്ക് കുത്തിത്തിരുകാറുണ്ട്. അതിൽ മറ്റൊരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ അബ്രഹാം സോദോം രാജാവിനെ എതിരേൽപ്പാൻ ചെല്ലുന്ന രംഗം. തൻ്റെ 318 യോദ്ധാക്കളുമായി അബ്രഹാം ലോത്തിനെ വീണ്ടെടുത്തുകൊണ്ട് മറ്റ് 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ സോദോം രാജാവ് അബ്രഹാമിനെ എതിരേൽക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ ഈ സംഭവം വിവരിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ 14 അധ്യായത്തിൻ്റെ 17 വാക്യം വരെയാണ് അബ്രഹാം യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. 17 വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ കെദോർ ലായോമിരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവെ താഴ്വര വരെ അവനെ എതിരേറ്റിയെന്നു. അബ്രഹാം ലോത്തിനെ വീണ്ടെടുത്തുകൊണ്ട് 5 രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് തൻ്റെ 318 പടയാളികളുമായിട്ട് മടങ്ങി വരുമ്പോൾ സോദോം രാജാവ് അബ്രഹാമിനെ എതിരേൽക്കുവാനായിട്ട് ചെല്ലുകയാണ്. അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുന്നത് 21 വാക്യത്തിലാണ്. അതായത് 17 വാക്യത്തിൻ്റെ ബാക്കി 21 വാക്യത്തിലാണ് സോദോം രാജാവ് അവനോടെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുലബന്ധം പോലും ഇല്ലാത്ത മറ്റൊരു സംഗതി അത് ഇടയ്ക്ക് കുത്തിത്തിരിയിരിക്കുകയാണ്. അവിടെയാണ് മൽക്കീസദേക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നു, ശാലേം രാജാവായ മൽക്കീസദേക്ക് അബ്രാമിനെ അപ്പവും വീഞ്ഞുമായിട്ട് എതിരേറ്റു എന്നുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ മൽക്കീസദേക്ക് വേദപുസ്തകത്തിലെയും നമ്മുടെ ആത്മീയ വ്യാപാര മണ്ഡലങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ആരാണെന്ന് എബ്രായ ലേഖനം 7 അധ്യായത്തിൽ പൗലോസ്ലീഹയാണ് പഠിപ്പിച്ചു തരുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ആ കഥാപാത്രത്തെ ഏതോ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരികെ വെച്ചിരിക്കുന്നത് ഏതോ ഒരു ദൈവനിശ്ചയം പോലെയാണ് എന്ന് പറയുന്നത് പോലെയാണ് 37 അധ്യായത്തിൽ യോസഫിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗം 39 അധ്യായത്തിൽ പറയുമ്പോൾ ഇതിനിടയ്ക്കുള്ള 38 അധ്യായത്തിൽ യഹൂദയുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്ന പറയുവാൻ കൊള്ളാത്ത ഒരു സംഭവം, ആ സംഭവം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ നിന്ന് വലിയൊരു ആത്മീയമായ ഒരു പ്രകാശം ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടിത് കൃത്യമായി പഠിക്കണം. ഇത് ഏറ്റവും കൂടുതൽ സഭാപിതാക്കന്മാർ നമ്മോട് കൽപ്പിച്ചു തന്നിരിക്കുന്നത് സെറൂഗിലെ യാക്കോബിൻ്റെ കാവ്യത്തിൽ നിന്നാണ്. സെറൂഗിലെ യാക്കോബ് എന്ന് പറയുന്നത് 6 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു പരിശുദ്ധനും വേദശാസ്ത്രജ്ഞനും അതുപോലെ കവിയുമായിരുന്നു. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ കവിതകൾ കൂടി ആരാധനയും അതുപോലെ തന്നെ വേദശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ 6 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സിറിയൻ കവിയാണ് ജേക്കബ് ഓഫ് സെറൂഗ് എന്ന് പറയുന്നത്. ഈ സെറൂഗ് എഴുതിയ കാവ്യാത്മകമായ ഒരുപാട് ഹോമിലീസ് ഉണ്ട്. അതിൽ താമാറിനെ പറ്റി തന്നെ പ്രതിപാദിക്കുന്ന ഒരു വലിയ കാവ്യം തന്നെയുണ്ട്. വളരെ നാടകീയമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. യഹൂദയുടെ ആ വീട്ടിൽ നടന്ന സംഭവം, ഈ ആക്ട് കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ നടന്ന സംഭാഷണ രീതിയും, എന്തിനേറെ പറയുന്നു, താമാർ റഹ്ബോനമായിട്ട് ക്രമീകരിച്ച, റഹ്ബോനോ എന്ന് പറഞ്ഞാൽ ഉറപ്പിനു വേണ്ടി ഉടമ്പടിയായിട്ട് വാങ്ങിച്ച മുദ്രമോതിരം, അതുപോലെ തന്നെ
ഒന്നുവടി, അതുപോലെ തന്നെ ഉത്തരീയം, ഇവ വരെ സംസാരിക്കുന്ന രീതിയിൽ ആ നാടകത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ അതൊരു കവി ഭാവനയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജീവിച്ചിരുന്ന സെബാസ്റ്റ്യൻ ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം സിറിയക് ഭാഷയിൽ അതീവ പ്രാവീണ്യമുള്ള ആളും സിറിയക് പിതാക്കന്മാരുടെ രചനകൾ എടുത്ത് പഠിച്ച് അതിനെ വിവർത്തനം ചെയ്തിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സെറൂഗിലെ യാക്കോബിൻ്റെ സുറിയാനിയിൽ എഴുതിയ ഈ കാവ്യാത്മകം വിവർത്തനം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കാവ്യത്തിൻ്റെ അല്പഭാഗം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കുക. അത് വായിച്ച് കേൾക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ താമാറിനെ പറ്റി വിശദമായൊരു കാവ്യഭാഗം അല്ലെങ്കിൽ ഒരു ഹോമിലി സെറൂഗിലെ യാക്കോബ് ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം താമാർ ചെയ്തതെന്താണ് എന്ന് പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് വിരോധമായൊരു കാര്യമാണത്. ന്യായപ്രമാണത്തിന് വിരോധമായ കാര്യം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന മോശയ്ക്ക് ലഭിച്ച പ്രമാണം താമാറിന് ശേഷം വന്നതാണെങ്കിലും ആ പ്രമാണത്തിൽ പോലും പറയുന്നത് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ അമ്മായിയപ്പനും മരുമോളും തമ്മിലുള്ള ബന്ധത്തിൽ അശ്ലീലതയുണ്ടായാൽ അവർ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ തീവ്രത മനസ്സിലാകത്തുള്ളൂ. ആ തീവ്രത മനസ്സിലാക്കിയാൽ ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് താമാറിനെയോ യഹൂദയോ ഒരു രീതിയിലും ന്യായീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ സഭാപിതാക്കന്മാർ താമാറിനെ അതിവിശുദ്ധ പദവിയിലാണ് കാണുന്നത്. മാത്രമല്ല മറ്റെങ്ങും ഉൽപ്പത്തിയിലാകട്ടെ പിന്നീട് ഈ താമാറിൻ്റെ ഈ പ്രവൃത്തിയെ ഒരു കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നില്ല. മോശയും തൻ്റെ അനുഗ്രഹ വചസ്സുകളിലോ അല്ലെങ്കിൽ യാക്കോബിൻ്റെ അനുഗ്രഹ വചസ്സുകളിലോ ഒന്നും താമാറിൻ്റെ ഈ പ്രവൃത്തിയെ ഒരു കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നില്ല. ബാക്കിയെല്ലാം അവർ ശാപവാക്കായിട്ടും അനുഗ്രഹവാക്കായിട്ടുമൊക്കെ കൊടുക്കുമ്പോൾ യാക്കോബോ മോശയോ ആരും താമാറിൻ്റെ ഈ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സമസ്യയായിട്ട് അവശേഷിക്കുകയാണ്. ഇതൊരു പ്രവേളിക പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു ഉത്തരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. എന്താണ് താമാർ ചെയ്തത് എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. അതായത് യഹൂദയുടെ മരുമകളായിരുന്നു താമാർ. യഹൂദയ്ക്ക് 3 മക്കൾ. മൂത്തവൻ്റെ പേർ ഏർ എന്നാണ്, രണ്ടാമത്തവൻ്റെ പേർ ഓനാൻ, മൂന്നാമത്തവൻ്റെ പേർ ശേല. ഏറിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട് യഹൂദയുടെ മരുമകളായിട്ട് കുടുംബത്തിൽ വന്ന ആളാണ് താമാർ. എന്നാൽ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് ഏർ കൊല്ലപ്പെട്ടു. അന്നത്തെ ദേവര ധർമ്മം അനുസരിച്ച് മരിച്ചയാളുടെ ഭാര്യയെ സഹോദരന് വിവാഹം കഴിച്ച് സന്തതിയെ ജനിപ്പിക്കണം. അതുകൊണ്ട് ഓനാൻ്റെ തലയിലേക്ക് ഈ ഉത്തരവാദിത്വം വന്നു കയറി. അതായത് താമാറിൽ കൂടി യഹൂദയുടെ സന്തതി പരമ്പര നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഓനാൻ്റെ തലയിലേക്ക് വന്നു കയറി. പക്ഷേ ഓനാന് ഇവളിൽ ഒരു സന്തതി ഉണ്ടാകുവാൻ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ഇവളെ കല്യാണം കഴിക്കുവാനും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു നിയമം അവിടെ കിടക്കുന്നതുകൊണ്ട് ഓനാൻ നിർബന്ധിതനാകുകയാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓനാൻ ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യം ചെയ്തു. അതായത് സന്തതി ഉണ്ടാകാതെ വണ്ണം ഓനാൻ ശ്രദ്ധിക്കുകയും അവളെ പ്രാപിക്കുമ്പോൾ ഒരു സന്തതി ജനിക്കാതിരിക്കത്തക്കവണ്ണം അതിനുള്ള ക്രമീകരണം അവൻ ചെയ്യുകയും ചെയ്തു.
അതുകൊണ്ട് യഹോവ അവനെ ശിക്ഷിച്ച് അവനും മരിച്ചുപോയി. ഇനിയുള്ളത് മൂന്നാമത്തെ സന്തതിയാണ് ശേല. പക്ഷേ അവൻ കൊച്ചു പയ്യനാണ്. അപ്പോൾ യഹൂദ താമാറിനോട് പറഞ്ഞു, അവൻ വളർന്നു വലുതാകുന്നത് വരെ നീ വൈധവ്യം കാത്ത് സൂക്ഷിക്കണം, നിൻ്റെ വീട്ടിൽ പോയി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ താമാറിൻ്റെ ഭവനത്തിൽ ഈ കൊച്ചു ചെറുക്കൻ വളരുന്നതും കാത്ത് ഇരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഭാവനയിലെങ്കിലും ഈ ശേല എന്ന് പറയുന്ന ഈ ഇളയ ചെറുക്കന് 5 വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. താമാർ വിവാഹിതയാണ്, അവൾക്കൊരു 20 വയസ്സോ 25 വയസ്സോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ശേല വളർന്ന് 20 30 വയസ്സാകുന്നത് വരെ ഈ താമാർ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ അവൾക്ക് വയസ്സ് 45 50 ആകും. എങ്കിലും അവൾ അത്രയും നാൾ കാത്തിരുന്നു. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവൾ കാമാർത്തിക്ക് വേണ്ടി വിവാഹം കഴിക്കുവാൻ നോക്കിയിരുന്നതല്ല. അവൾക്ക് അങ്ങനെ ഒരു ആയിരുന്നുവെങ്കിൽ പുറത്തുപോയി വിവാഹം കഴിക്കാം. അതുകൊണ്ട് അവൾ ഈ ശേല വളരുന്നത് വരെ കാത്തിരുന്നു. പക്ഷേ ഇവളുടെ അമ്മായിപ്പൻ, അല്ലെങ്കിൽ ഈ ശേലയുടെ അപ്പനായ ഈ യഹൂദ, ശേല വളർന്നു വന്നപ്പോൾ താമാറിന് ഇവനെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ അനിഷ്ടമായി. അല്ലെങ്കിൽ ശേലയ്ക്ക് താമാറിനെ കൊടുത്തില്ല. ചിലപ്പോൾ ഒരപ്പൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചതോ പോയതായിരിക്കും, എൻ്റെ ഈ ചെറുപ്പക്കാരനായ ഈ കുഞ്ഞിന്, ഈ പ്രായമുള്ള സ്ത്രീ എന്തിനാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, അവന് വേറെ നല്ല പെണ്ണ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കാണുമായിരിക്കാം. ഏതായാലും യഹൂദയ്ക്ക് താമാറിനെ ശേലായിക്കൊണ്ട് കെട്ടിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താമാർ യഹൂദയാൽ അവിടെ ചതിക്കപ്പെട്ടു. അതുകൊണ്ട് താമാർ എന്തു ചെയ്തു? താമാർ തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. യഹൂദ തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നതിനായുള്ള അടിയന്തരത്തിന് പോയപ്പോൾ ആ പോകുന്ന വഴിയിൽ അവൾ ഒരു മൂടുപടം ധരിച്ച് വേശ്യയുടെ വേഷം ധരിച്ച് വഴിവക്കത്തിരുന്നു. യഹൂദ അതുവഴി പോകുമ്പോൾ തന്നിൽ ആകർഷിക്കപ്പെട്ട് തന്നെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ യഹൂദ ആ വഴിക്ക് പോയപ്പോൾ തൻ്റെ മരുമകൾ അവിടെ വേശ്യയുടെ വേഷം ധരിച്ച് ഇരിക്കുന്നുവെന്നറിയാതെ വേശ്യയെ കണ്ട് അവളിൽ ആകൃഷ്ടയായി അവളെ വിളിച്ച് പ്രാപിക്കുന്നു. പക്ഷേ ഈ താമാർ ഈ ക്രിയ നടക്കുന്നതിന് മുമ്പ് തൻ്റെ കൂലി ആവശ്യപ്പെടുന്നു. യഹൂദ പറഞ്ഞു, എനിക്കൊരുപാട് ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ കൈവശമില്ല. ഞാൻ പോയിട്ട് എൻ്റെ ബാല്യക്കാരൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അവൾ ബുദ്ധിമതിയായിരുന്നു. അവൾ പറഞ്ഞു, അതൊക്കെ വരട്ടെ, അതൊക്കെ ചെയ്തോളൂ, പക്ഷേ അതുവരെ എനിക്ക് ഉറപ്പിനായിട്ട് നിൻ്റെ മോതിരവും മോതിരച്ചരടും, മോതിരച്ചരട് എന്ന് പറഞ്ഞാൽ മോതിരച്ചരട് കെട്ടുന്ന ഒരു തുണിയാണത്, അത് ഉത്തരീയമാണ്, അത് കഴുത്തിൽ കൂടി ചുറ്റിയിടും. നിൻ്റെ മോതിരവും ഉത്തരീയവും അതോടൊപ്പം ഊന്നുവടിയും എനിക്ക് തരണമെന്ന് പറഞ്ഞു. യഹൂദ അത് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് യഹൂദ തൻ്റെ വീട്ടിൽ പോയി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ താമാർ ഗർഭിണിയാണെന്ന് യഹൂദ തിരിച്ചറിയുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ആകെ വഴിമുട്ടുന്നത്. മരുമകൾ ഗർഭിണിയായിരിക്കുകയാണ്. ആരാണ് ഈ കർമ്മം ചെയ്തതെന്ന് യഹൂദയ്ക്ക് അറിഞ്ഞുകൂടാ. താൻ പ്രാപിച്ചത് തൻ്റെ മരുമകൾ തന്നെ ആയിരുന്നു എന്നുള്ളത് യഹൂദ അറിയാതെ അവളെ കൊന്നുകളയുവാൻ തീരുമാനിക്കുകയാണ്. കത്തിച്ച് കൊന്നേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവളെ കൊല്ലുവാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തപ്പോൾ അവൾ ആരിൽ നിന്നാണ് ഗർഭിണിയായത് എന്ന് അവൾ ഉറപ്പിന്മേൽ വാങ്ങിച്ച ഈ 3 കൂട്ടം കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ യഹൂദ ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഷീ ഈസ് മോർ റൈച്ചിയസ് ദാൻ മീ. അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ ആണ്. ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കുന്നത്?
സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ഈ ക്രിയ ഇവൾ ചെയ്തത് ഒന്നുകിൽ അവളുടെ കാമാർത്തി കാരണം ആണ് എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ യഹൂദയോടുള്ള വൈരാഗ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കും. കാര്യം എന്താണ്? യഹൂദ ലാബാൻ്റെ സ്വഭാവം കാണിച്ചു. യാക്കോബിന് ഇതേ അബദ്ധം പറ്റിയിരുന്നു. ലാബാൻ യാക്കോബിന് കൊടുക്കാമെന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ കൊടുത്തില്ല. പിന്നെയും 7 കൊല്ലം യാക്കോബിന് അവിടെ നിൽക്കേണ്ടി വന്നു. അതുപോലെ തന്നെ തൻ്റെ ഇളയ മകനെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് സമയമായപ്പോൾ യഹൂദ വാക്കുമാറി. അതുകൊണ്ട് തന്നെ യഹൂദയോടുള്ള ഒരു വൈരാഗ്യമാണോ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ലോകപരമായിട്ട് നമുക്ക് തോന്നും. ലോകപരമായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നോക്കിയാലും അവൾ ചെയ്ത ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുവാനോ നീതീകരിക്കുവാനോ സാധ്യമേ അല്ല. അത്രയ്ക്ക് മ്ലേച്ഛമായ കാര്യമാണ് അവൾ ചെയ്തത്. പക്ഷേ ഈ ഇവളെയാണ് പരിശുദ്ധ പിതാക്കന്മാർ ആരാധനയിൽ വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കല്യാണ ശുശ്രൂഷയിൽ നമ്മൾ പാടുന്ന ഒരു ഗീതമുണ്ട്. മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു, പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൽ ഗോല്യാത്തിനെ ദാവീദും താമാർ ഉത്തമയായി 3 നാൾ. ഇങ്ങനെ ഒരു ഗീതം നമ്മൾ പാടുന്നുണ്ട്. അതായത് ആരാധനയിൽ ഇവളെ എടുത്തു വച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാളിൽ ശക്തമായ മറ്റൊരു ഗീതം ജനനപ്പെരുന്നാളിൽ പാടുന്നുണ്ട്. അതിപ്രകാരമാണ്: യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൽ താമാർ, അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. ആരാധനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവളെപ്പറ്റി വളരെ കൃത്യമായി പഠിച്ച് ഇവളുടെ ഈ പ്രവൃത്തിയെ എങ്ങനെയാണ് നീതീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന നീതീകരണം സംഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്തിലൂടെയല്ലോ നാം നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ കൂടി മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടിയാണ് ആ വിശ്വാസത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകണം. അതായത് വിശ്വാസത്തിനകത്തൊരു പ്രവൃത്തിയുണ്ട്, ഈ വിശ്വാസത്താൽ പ്രവൃത്തിയിൽ നീതീകരിക്കപ്പെടുവാണ്. അതായത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ചെയ്തു പോരേണ്ട പ്രവൃത്തി മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുമ്പോൾ നാം ചെയ്തു പോരേണ്ട പ്രവൃത്തികൾ മുന്നൊരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചില പ്രവൃത്തിയും വിശ്വാസവും ദൈവികമായി ഒത്തുചേരുമ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതിനൊരു ദൈവിക വാസന വേണം. ഇവിടെ ഇവൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് ഒരു ദൈവിക വാസനയുമില്ല എന്ന് മാത്രമല്ല, പൈശാചികവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും, എങ്ങനെ നീതീകരിക്കാൻ പറ്റും? യഹൂദ പറയുന്നു, നീ എന്നേക്കാൾ നീതിയുള്ളവൾ ആകുന്നു. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ലേവ്യ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഒരുത്തൻ മരുമകളോടുകൂടി ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം, അവൻ നികൃഷ്ടകർമ്മം ചെയ്തു എന്നാണ്. അപ്പോൾ നികൃഷ്ടമായ ഒരു കർമ്മം ചെയ്തിരിക്കുന്ന ഈ മകളെ സഭാപിതാക്കന്മാരും നീതീകരിച്ച് വിശുദ്ധയാക്കി വച്ചിരിക്കുന്നു. അതെപ്രകാരമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആരാണ് നീതിമാൻ? നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് നീതിമാന്മാരെ കാണാം. പുതിയ നിയമത്തിലെ നീതിമാൻ എന്നറിയപ്പെടുന്നത് യൗസേപ്പാണ്. തൻ്റെ വിശ്വാസത്തിൽ തൻ്റെ പ്രവൃത്തിയെ വൃത്തിയായിട്ട് പൂർത്തീകരിച്ച ഒരു മഹൽ വ്യക്തിത്വം. അതുപോലൊരു നീതിമാനാണ് പഴയ നിയമത്തിലെ യോസഫ്. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ വിശുദ്ധിയോടെ കൊണ്ടുപോയതുകൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു.
അതുപോലെയാണ് ഇയ്യോബ്. തൻ്റെ പ്രവൃത്തിയിലോ തൻ്റെ വാക്കിലോ നോട്ടത്തിലോ ഒന്നും അവൻ്റെ വിശ്വാസം കൈവിടാതെ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ താമാർ എന്താണ് വിശ്വസിച്ചത്, എന്താണ് ചെയ്തത്? അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് പ്രത്യേകമായി അവലോകനം ചെയ്ത് പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് അല്പം സമയമെടുത്താലും വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം പഠിച്ചാൽ നമുക്കൊരുപാട് ദൈവിക സത്യങ്ങളും ഒരു ആത്മീയ അനുഭവം ഉണ്ടാവും. കാര്യം ഒരു സഭയുടെ പ്രതീകമായിട്ട് തന്നെ താമാറിനെ പിതാക്കന്മാർ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ജന്മപ്പെരുന്നാളിലെ ഈ ഗീതത്തിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് പിതാക്കന്മാർ നമ്മളെ ഒന്ന് ക്ഷണിക്കുകയാണ്. അതിപ്രകാരമാണ്: യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ എന്നാണ് പറയുന്നത്. അതിൻ്റെ സുറിയാനി വേർഷൻ ഇപ്രകാരമാണ്: മൽക്കോക്സെ ഹോ ഹീഹൂദോ ഗനപ്സെ തോമാർ മെൻ ഹാസെ യൗമോനോ ദ നഹ് നെസ്ഹോനെ ദ ഷുഫർ ദ റഹമാസ് കസിയോയീസ്. അതായത് മൽക്കോക്സെ ഹവോ ഈഹൂദോ, ദ കിങ് ഇൻ ജൂദ, ഗനബ്സെ തോമാർ മെൻ ഹാസെ. ഗനബ്സെ എന്ന് വെച്ചാൽ അപഹരിച്ചു എന്നാണ് അർത്ഥം. ഗനബ്സെ തോമാർ അപഹരിച്ചു. അതായത് ജൂദായിലുള്ള ആ രാജാവിനെ താമാർ അപഹരിച്ചു. മെൻ ഹാസെ എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നാണ്. അതായത് ഇൻഡയറക്റ്റ്ലി യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ എന്നാണ് പിതാക്കന്മാർ പാടുന്നത്. യൗമോനോ ദ നഹ് നെസ്ഹോനെ. യൗമോനോ എന്ന് പറഞ്ഞാൽ ഇന്ന്. ദ നഹ് എന്ന് പറഞ്ഞാൽ ധനഹോ, ഉദയം ചെയ്ത നെസ്ഹോനെ, ആ സൗന്ദര്യത്തെ. ദ ഷുഫ്രദ് റഹമാസ് കസിയോയിസ്, അവൾ അതിൽ വിജയിച്ച് അത് നേടിയെടുത്തു. അത് പാടുമ്പോൾ ഇപ്രകാരം ഇരിക്കും: മൽക്കോക്സേ ഹൂദോ നബ്സേ തോ മറുമൻ ഹാസേ യൗമോനോ ദനഹ്നസ്ഹോനെ ദശുഫറദ് റഹമസ് കസിയോയിസ്. അപ്പോൾ താമാർ ഈ യഹൂദയോട് ഈ ചെയ്തതിനെ ന്യായീകരിക്കുവാനായിട്ട് പിതാക്കന്മാർ ശ്രമിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിൽ കൂടിയാണ്. ഈ ഗീതത്തിൽ പറയുകയാണ്, ഇവൾ ഒരു രാജാവിനെ മോഷ്ടിച്ചു. ഏത് രാജാവിനെ? യൂദായിൻ മറവിൽ അമർന്ന, യൂദായുടെ കടിപ്രദേശത്തുണ്ടായിരുന്ന. എബ്രായ ലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം അങ്ങോട്ട് കൊടുക്കുന്നു. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ്. അതായത് യൂദായുടെ മറവിൽ അമർന്നിരുന്ന ഒരു രാജാവിനെ ഇവൾ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പിന്നോട്ട് പോകണം. ഉൽപ്പത്തിയിൽ നിന്ന് നമ്മളുടെ ഈ ശ്രദ്ധ തുടങ്ങണം. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിനക്കും സ്ത്രീക്കും മധ്യേയും, ആ വാക്യപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ ഒരു വാഗ്ദത്തമാണ്. ദൈവം മനുഷ്യജാതിക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. മനുഷ്യജാതിയെ പാപത്തിലേക്ക് വീഴിച്ച സർപ്പത്തിൻ്റെ തലയെ ഒരു സ്ത്രീയുടെ സന്തതി തകർക്കും എന്നുള്ള വാഗ്ദത്തം.
അപ്പോൾ ഒരു സ്ത്രീയുടെ സന്തതി, ഇത് മനുഷ്യജാതിയുടെ വലിയൊരു പ്രതീക്ഷയാണ്. ഒരു സന്തതി. അപ്പോൾ ആ സന്തതിയെ അന്ന് തൊട്ട് നോക്കി പാർക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദം ആൻഡ് ഈവ് 2 പേർ മാത്രമേ ഉള്ളൂ. ആദവും ഹവ്വായും മാത്രമേ ഉള്ളൂ. അവർക്ക് 2 മക്കളുണ്ടായി. ഒന്ന് കായീൻ, മറ്റേത് ഹാബേൽ. ഇതിൽ കായേൻ ദുഷ്ടനായിരുന്നു, ദൈവത്തിൻ്റെ പ്രീതി കിട്ടിയില്ല. എന്നാൽ ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നു. അതുകൊണ്ട് ഈ സന്തതി ഹാബേലാണെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ കായീൻ ഹാബേലിനെ കൊല്ലുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ സന്തതിയിൽ കൂടിയാണ് പാപമോചനം ഉണ്ടാകുന്നത്, നീതീകരണം ഉണ്ടാകുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന ഘടകം. ഒരു സന്തതി വരും, ആ സന്തതിയിൽ കൂടി മനുഷ്യജാതി മുഴുവനും നീതീകരിക്കപ്പെടും. ആ സന്തതി ഹാബേലാണെന്ന് വിചാരിച്ചു, പക്ഷേ ഹാബേൽ കായീനാൽ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് ഹാബേലല്ല എന്ന് മനസ്സിലായി. കായീൻ എന്തുവായാലും അല്ല. അതുകൊണ്ട് ദൈവം തനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് ആദവും ഹവ്വായും പറയുന്നു. ആ സന്തതി ചെന്നെത്തുന്നത് ശേത്തിലാണ്. കായീൻ്റെ വംശപരമ്പരയിലോട്ട് ഇത് പോകില്ല. കാരണം കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് യോഹന്നാൻ ഒരു വലിയ ജനതയെ തന്നെ നോക്കി വിളിക്കുന്നത് സർപ്പസന്തതികളെ. അപ്പോൾ ആ തലമുറയിലല്ല. നീതീകരിക്കുന്നവൻ ജനിക്കണമെങ്കിൽ അത് ദൈവിക നിയോഗപ്രകാരമുള്ള ജനനമായിരിക്കണം. അതുകൊണ്ട് ആദാവിനും ഹവ്വായ്ക്കും പിന്നീട് ഒരു സന്തതി ജനിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിലൊക്കെ ഈ സന്തതി പരമ്പര പറയുമ്പോൾ ആദം, ഹവ്വ, ഹാബേൽ, ശേത്ത്, ഇങ്ങനെയാണ് ആ ഓർഡർ പോകുന്നത്. അല്ലാതെ ആദം, ഹവ്വ, കായീൻ, ഹാബേൽ അല്ല. അല്ലെങ്കിൽ കായീൻ്റെ സന്തതി പരമ്പരയിലേക്കും പോകില്ല. ആദം, ഹവ്വ, ഹാബേൽ, ശേത്ത്, ഇങ്ങനെയാണ് താഴോട്ട് ആ പരമ്പര പോകുന്നത്. അപ്പോൾ ഈ ശേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം ശേത്ത് വളർന്നു. പക്ഷേ ശേത്ത് അല്ല ഈ നീതീകരിക്കുന്നവൻ എന്നുള്ള കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ശേത്തിന് പാപമോചനം നൽകുവാനോ മനുഷ്യജാതിയെ വീണ്ടെടുക്കുവാനോ നീതീകരിക്കുവാനോ കഴിയുന്നതല്ല എന്ന് മനസ്സിലായി. പിന്നീട് നോഹയുടെ കാലമാണ്. അവിടെ നോഹയുടെ കാലത്ത് നോഹയുടെ കുടുംബം ഒഴിച്ച് എല്ലാവരും മരിച്ചും പോയി. എന്നാൽ നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ പേരാണ് ശേം, ഹാം, യാഫത്ത്. നോഹ ശേമിനെയും യാഫത്തിനെയും അനുഗ്രഹിക്കുന്നു. കാരണം ഹാം നോഹയുടെ നഗ്നത കണ്ടതുകൊണ്ട് ഹാമിനെ ശപിക്കുന്നു. അതിൽ നിന്നാണ് കനാന്യർ ഉണ്ടായത്. നോഹയുടെ പരമ്പരയിൽ പിന്നിങ്ങോട്ട് വരുന്നത് ശേമും യാഫത്തുമാണ്. അതിൽ ശേമാണ്. അപ്പോൾ ശേമാണ് ഈ സന്തതി എന്ന് വിചാരിച്ചു. പക്ഷേ ശേമിനും ആരെയും നീതീകരിക്കുവാൻ സാധ്യമായില്ല. പിന്നീട് അത് താഴേക്ക് വന്ന് അബ്രഹാമിലെത്തി. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്നൊരു വാഗ്ദത്തം കൊടുത്തു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിലും അനുഗ്രഹിക്കപ്പെടും. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്ത്രീയുടെ സന്തതി അബ്രഹാമിൻ്റെ കൂടെ സന്തതിയാണ് ദൈവം ഇതിൽ നിന്ന് വെളിപ്പെടുത്തുകയാണ്. ആദ്യം ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട് മനുഷ്യജാതിക്ക്, സ്ത്രീയുടെ സന്തതി. ആ സന്തതി അബ്രഹാമിലൂടെയാണ് വരുന്നതെന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്താൽ ഇവിടെ ദൈവം വീണ്ടും വെളിപ്പെടുത്തി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സന്തതി മുഖാന്തരം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനത്തിൽ
ഗലാത്യലേഖനം 16 വാക്യത്തിൽ, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നിനക്കും നിൻ്റെ സന്തതികൾക്കും എന്നല്ല പറയുന്നത്, സന്തതിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത ഈ സന്തതി എന്ന് പറയുന്ന ഇസഹാക്കായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നത് ആ സന്തതി ക്രിസ്തു തന്നെ എന്ന് പഠിപ്പിച്ചു തരികയാണ്. ക്രിസ്തുവാണ് ആ സന്തതി. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ നീതീകരിക്കുന്ന, പാപമോചനം നൽകുന്ന ഈ സന്തതി വരുന്നത് അബ്രഹാമിൽ നിന്നാണെന്ന് ഇവിടെ ഒരു തീർപ്പുണ്ടായി. അപ്പോൾ അത് അബ്രഹാമിന് തോന്നിയത് അത് ഇസഹാക്കാണെന്നാണ്. പക്ഷേ ഇസഹാക്ക് അല്ല എന്ന് മനസ്സിലായി. ഇസഹാക്കിന് നീതീകരിക്കാനോ പാപമോചനം നൽകുവാനോ ഉള്ള ഒരു ആത്മീയ വ്യാപാരം ഇല്ല എന്ന് മനസ്സിലായി. എന്നാൽ ഇസഹാക്കിൻ്റെ സന്തതിയായ യാക്കോബ്, ഇശ്മായേൽ 2 പേരാണുള്ളത്. ഇതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ സന്തതി യാക്കോബാണെന്ന് വിചാരിച്ചു. പക്ഷേ യാക്കോബ് കൗശലക്കാരനായിരുന്നു, അവന് കുബുദ്ധി കൂടുതലായിരുന്നു. ആയതിനാൽ നീതീകരണം, പാപമോചനമൊന്നും യാക്കോബിൽ അല്ല എന്നും വ്യക്തമായി. പിന്നീട് യാക്കോബിന് 12 പുത്രന്മാർ, അതായത് ഇസ്രായേൽ 12 ഗോത്രങ്ങളായി തീർന്ന 12 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ രൂബേൻ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ രൂബേൻ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ആ അവകാശത്തിൻ്റെ പങ്ക് യഹൂദയ്ക്ക് കിട്ടി. അത് ഉൽപ്പത്തി പുസ്തകം 49 8 വാക്യം നോക്കുന്നു വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 8, 9, 10 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് വെളിപ്പെടും. അതായത്, യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. യാക്കോബ് അനുഗ്രഹിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ്. എല്ലാ മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുന്നു. അതിൽ യഹൂദയ്ക്കുള്ള അനുഗ്രഹം ഇപ്രകാരമാണ്: യഹൂദ ഒരു ബാലസിംഹമാണ്, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു, സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. 10 വാക്യം ശ്രദ്ധിക്കണം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോട് ആകും. അവകാശമുള്ളവൻ വരുവോളം. ഈ അവകാശമുള്ളവൻ എന്ന് പറയുന്നത് ആരാണ്? ഇത് യേശുവാണ്. യേശു ക്രിസ്തുവാണ് ഈ അവകാശമുള്ളവൻ വരുവോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് യഹൂദയ്ക്ക് കൊടുക്കുന്ന യാക്കോബിൻ്റെ അനുഗ്രഹ വചസ്സുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ ഈ സന്തതിയിലേക്ക് നീങ്ങുകയാണ്. ക്രിസ്തുവാണ് ഈ സന്തതി എന്ന് പൗലോസ്ലീഹ ഗലാത്യലേഖനം 3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പഴയ നിയമത്തിലെ ബന്ധം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വാക്യത്തിലാണ്. അവിടെ യഹൂദയോട് പറഞ്ഞിരിക്കുകയാണ്, അവകാശമുള്ള ഒരുത്തൻ വരും, അതാണ് സന്തതി. അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നു, ഭൂമിയിലെ സകല ജാതികളും നിൻ്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. സന്തതി മുഖാന്തരം. ആ സന്തതി പ്ലൂറലായിട്ടല്ല, സന്തതികൾക്കെന്നല്ല, സന്തതി എന്നത്രയെന്ന് ഗലാത്യലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ ആ സന്തതി ക്രിസ്തുവാകുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 49 8, 9, 10 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ സന്തതി യഹൂദയിൽ മറഞ്ഞിരുന്നു എന്ന യാക്കോബിൻ്റെ അനുഗ്രഹ വചസ്സുകളാൽ നമുക്ക് ബോധ്യമാകും. യഹൂദയിൽ മറഞ്ഞിരുന്നു. ഇനി ആ പാട്ടൊന്ന് നിങ്ങൾ പാടി നോക്കി. യഹൂദ്യായിൽ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ. പിതാക്കന്മാർ എഴുതിയിരിക്കുന്നതാണ്. യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൽ താമാർ. ഇനിയും വരാം.
അതായത് മറഞ്ഞിരിക്കുന്ന ഈ സന്തതിയെ ശേലയിൽ കിട്ടിയില്ല. ശ്രദ്ധിച്ചുകൊള്ളണം, യൂദായിലൊരു സന്തതി മറഞ്ഞിരുന്നു. ഇത് താമാറിന് അറിയാമായിരുന്നു. ഇവിടെയാണ് താമാറിനെ നമ്മൾ മാറ്റിവെച്ച് ഇവൾ ആരായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. യൂദായിൽ സന്തതി മറഞ്ഞിരുന്നുവെന്ന് യൂദായ്ക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും 2 പുത്രന്മാർ മരിച്ചുപോയപ്പോൾ 3-ാമത്തെ പുത്രന് തൻ്റെ മരുമകളെ കൊടുത്തേനേയും. അവിടുത്തെ സാമൂഹിക നിയമവും അത് ആത്മീയമായ അല്ലെങ്കിൽ അവിടെ പ്രമാണമനുസരിച്ചുള്ള രീതിയുമാണത്. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന് സഹോദരനിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് അവിടുത്തെ ദേവരധർമ്മമാണ്. ഈ ദേവരധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നിൽ നിന്ന് ഒരു സന്തതി ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന യൂദായ്ക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു കാര്യം താമാറിന് നിശ്ചയമായിരുന്നു. ഇവിടെയാണ് താമാറിൻ്റെ വില നമ്മൾ ഇദംപ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ടത്. യൂദായ്ക്ക് അത് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചില്ല. കാരണം ആദ്യത്തെ മകൻ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തുകൊണ്ട് മരിച്ചുപോയി. 2-ാമത്തെ മകൻ മഹാവൃത്തികേട് കാണിച്ചതുകൊണ്ട് അവൻ മരിച്ചുപോയി. അതെന്താണ് ആ സംഭവം എന്നുള്ളത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. അത് കർത്താവിന് അനിഷ്ടമായിരുന്നു. എന്നാൽ യഹൂദ അവളോട് പ്രോമിസ് ചെയ്തു 3-ാമത്തെ സന്തതിയെ കൊടുക്കാം. പക്ഷേ കൊടുത്തില്ല. ആ കൊടുക്കാഞ്ഞത് എന്താണ്? തന്നിൽ നിന്നാണ് ഈ സന്തതി ഉണ്ടാവേണ്ടത് എന്നുള്ള ബോധ്യം യൂദായ്ക്കില്ലാതെ പോയി. യാക്കോബിൻ്റെ അനുഗ്രഹ വചസ്സുകൾ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തത് താമാറാണ്. ഒന്നും കൂടെ പറയാം, യൂദായ്ക്ക് കൊടുത്ത അനുഗ്രഹ വചസ്സുകൾ ഏറ്റെടുത്തത് താമാറാണ്. ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഏറ്റെടുത്തത്. യൂദായ്ക്ക് ആ വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് യൂദായുടെ ഒരു പ്രവൃത്തിയും നീതീകരിക്കാൻ പറ്റുന്നതല്ല. വിശ്വാസത്തിലാണ് നീതീകരണം ഉണ്ടാകുന്നത്. ഒരു കാര്യം. അപ്പോൾ താമാർ ആ വിശ്വാസത്തെ ഏറ്റെടുക്കുകയാണ്. കാരണം മറഞ്ഞിരിക്കുന്ന ഈ സന്തതിയെ ശേലയിൽ നിന്ന് കിട്ടില്ല. സന്തതിയെ അതുകൊണ്ട് അവൾ മോഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. ശേലയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് അത്രയും നാൾ കാത്തിരുന്നതിന് ശേഷം താമാറിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു? വേറെ മാർഗമില്ല. എന്ത് ചെയ്യാൻ? ഇത് ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം ഇവൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചിരുന്നു. അബ്രഹാം ഏറ്റെടുത്ത വിശ്വാസം നേരെ കൈമാറി വന്നത് താമാറിലാണ്. യഹൂദയിൽ കിട്ടിയില്ല. യഹൂദയായിരുന്നു അത് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. യഹൂദയ്ക്ക് അത് ഏറ്റെടുക്കുവാൻ സാധ്യമല്ലാതെ വന്നു. എന്തോ അവനിൽ ആ വിശ്വാസം കയറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് താമാറിലേക്ക് ആ വിശ്വാസത്തിൻ്റെ ശക്തി വ്യാപാരം അയച്ചു കൊടുത്തതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായേ പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനമായി. കാരണം ഈ കുഞ്ഞ് യഹൂദയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. അതിൽ അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. യഹൂദ അതിന് സമ്മതിക്കാഞ്ഞത് കൊണ്ട് അവൾ മോഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൽ താമാർ. അങ്ങനെ തന്നെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സുറിയാനിയിൽ മൽക്കൊക്സെ ഹുവോ ഈഹൂദോ ഗിന്നബ്സെ തോമാർ മെൻഹാസെ. അതിൽ ഗിന്നബ്സെ എന്ന് പറയുന്നത് അപഹരിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മെൻഹാസെ പിന്നിൽ നിന്ന്, അത് ഇൻഡയറക്ട്ലി എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. അതിനാണ് അവൾ ഈ ആക്ട് തിരഞ്ഞെടുക്കുന്നത്. ഏത് ആക്ട്? യൂദയിൽ നിന്ന് ഇനി സന്തതിയെ ജനിക്കുവാൻ കുടുംബത്തിൽ വേറെ മാർഗമില്ല. കാരണം യൂദയുടെ ഭാര്യ ശൂവ എന്ന് പറയുന്ന ഒരു പുറജാതി സ്ത്രീയായിരുന്നു. അവൾ മരിച്ചുപോയി. ഈ സമയമായപ്പോഴത്തേക്ക് അവൾ മരിച്ചുപോയി. ഇനി യൂദയിൽ നിന്നൊരു സന്തതി വേണമെങ്കിൽ തന്നിൽ കൂടിയേ അത് സാധ്യമാകത്തുള്ളൂ. പക്ഷേ അമ്മായിയപ്പൻ
നല്ല ഒന്നാം തരം വെടിപ്പുള്ള ആൾ തന്നെയാണ്, അപ്രൈറ്റ് മാനാണ്. അത് നമ്മൾ യാക്കോബിൻ്റെ കാവ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇവൾ ഒരു വേശ്യയുടെ വേഷം അണിഞ്ഞിട്ട് യൂദ ആടുകളുടെ രോമത്തിൻ്റെ അടിയന്തരത്തിന് പോകുന്ന വഴിവക്കൽ ഇരുന്ന് അവളെ ആകർഷിക്കത്തക്കവണ്ണം അവിടെ കാത്തിരുന്നു. യൂദ അതുവഴി വന്നു, അവളെ കണ്ട് ആകർഷിക്കപ്പെട്ടു. അവളാണെന്ന് മനസ്സിലാകുന്നില്ല, കാരണം മൂടുപടം ഇട്ടിട്ടുണ്ട്. ഒരു വേശ്യ ഇരിക്കുന്നു. യൂദയ്ക്ക് അന്നേരം തോന്നി അവൻ വെടിപ്പുള്ള ആളായിരുന്നു എന്ന് യാക്കോബ് പിന്നീട് പറയുന്നുണ്ട്. സെറൂഗിലെ യാക്കോബ് അത് പറയുന്നതിന് വേറൊരു കാര്യമുണ്ട്. അത് ആ സമയത്ത് ദൈവം യഹൂദയിൽ അങ്ങനെ തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത്. നമ്മളത് വായിക്കാം, അത് വളരെ രസകരമാണ്. ആ പോയൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് യൂദായിൽ മറിഞ്ഞിരുന്ന കടിപ്രദേശമുണ്ടായിരുന്ന ഈ കുഞ്ഞിനെ മോഷ്ടിക്കുവാൻ താമാർ തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. അതുകൊണ്ട് ആ ആക്റ്റിനെ പുറമേ നോക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ അവൾ മോഹിച്ചത് യൂദായിൽ നിന്നൊരു സന്തതിയല്ല, ഒരു സന്തതിയാണ്. ഏത്? നീതീകരിക്കുന്ന ഒരു സന്തതി. അത് താൻ മൂലം ഇല്ലാതാവരുത്. ഗലേഷ്യൻസ് 3:16 അക്കാര്യമാണ് പറയുന്നത്. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തം നൽകപ്പെട്ടു. വളരെ പേർക്ക് എന്ന രീതിയിൽ നിൻ്റെ സന്തതികൾക്ക് എന്നല്ല, നിൻ്റെ സന്തതിക്ക് എന്ന ഏകനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ ഏകൻ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് അവൾക്ക് ഇപ്പോഴേ വിശ്വാസം വന്നിരുന്നു. അതായത് യൂദായിൽ നിന്ന് താൻ സ്വീകരിക്കാൻ പോകുന്ന ആ വാഗ്ദത്ത സന്തതി തന്നിൽ കൂടി ജനിച്ചില്ലെങ്കിൽ അത് ക്രിസ്തു ജനിക്കാൻ മറ്റു മാർഗമില്ല, തടസ്സമാകുമെന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു നിയോഗമുണ്ടായിട്ട് ആ നിയോഗത്തിന് വേണ്ടി ചെയ്തതാണിത്. അതുകൊണ്ട് താമാർ യേശുവിനെ കിട്ടുവാൻ വേണ്ടിയാണ് യഹൂദയെ പ്രാപിച്ചത്, അല്ലാതെ കാമാർത്തിക്ക് വേണ്ടിയല്ല. മുമ്പേ സൂചിപ്പിച്ചുവല്ല, കാമാർത്തിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ ശേല വളർന്നു വരുന്നത് വരെ അവൾ കാത്തിരിക്കില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ആ ക്ഷമ കാണിക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. എന്നാൽ അവൾക്ക് ഈ സന്തതിയെ ജനിപ്പിക്കുവാൻ ഒരു മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നതിനാൽ ഇതല്ലാതെ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് അവൾ ഈ മാർഗം തിരഞ്ഞെടുക്കുകയാണ്. അവൾ വിശ്വസിച്ചത് അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തിലാണ്, ആദിയിലെ വചനത്തിലാണ്. അതുകൊണ്ട് താമാർ യഹൂദയെ പറ്റിച്ച് നേടിയെടുത്തത് ക്രിസ്തുവിനെ ആയിരുന്നു എന്നാണ് സെറൂഗിലെ യാക്കോബ് പറയുന്നത്. നമുക്ക് സെറൂഗിലെ യാക്കോബിൻ്റെ കാവ്യം ഒന്ന് ശ്രദ്ധിക്കാം. അതിമനോഹരമാണ്. വളരെ ഡ്രമാറ്റിക്കലായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. വിശുദ്ധനായിരുന്ന വേദശാസ്ത്രജ്ഞ പണ്ഡിതനായിരുന്ന സെറൂഗിലെ യാക്കോബ് താമാറിനെ പറ്റിയുള്ള തൻ്റെ ഹോമിലീസിൽ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്രകാരം പറയുന്നു. ഇത് സുറിയാനിയിലാണ് ഉണ്ടായിരുന്നത്. ഇത് സെബാസ്റ്റ്യൻ ബ്രോക്ക് വിവർത്തനം ചെയ്തതാണ് നമ്മൾ വായിക്കുന്നത്. ഷീ ടുക്ക് ഓഫ് ആൻഡ് ലെയ്ഡ് aside the garment of mourning that she had been wearing, and like a prostitute she put on the cloth of flighty woman, and hurriedly she set out. അതായത് ഈ പ്രവൃത്തിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പുള്ള ആ താമാറിൻ്റെ ഉള്ളിലെ ആ വ്യാപാരമാണ് യാക്കോബ് എഴുതുവാൻ ശ്രമിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഷീ ടുക്ക് ഓഫ് ആൻഡ് ലെയ്ഡ് aside the garment of mourning. അതായത് അവൾ തൻ്റെ വൈധവ്യം പേറിക്കൊണ്ട് വേദനയോടുകൂടി ഈ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി ഇങ്ങനൊരു സന്തതി ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴും ആ വേദനയിൽ കഴിയുമ്പോഴുമാണ് അവളുടെ ബുദ്ധിയിൽ ഇങ്ങനൊരു ആശയം തോന്നുന്നത്. അതുകൊണ്ട് ഷീ ടുക്ക് ഓഫ് ആൻഡ് ലെയ്ഡ് aside the garment of mourning. അവൾ ആ വിഷമമെല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിവെച്ചു. എന്നിട്ട് ആൻഡ് ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഷീ പുട്ട് ഓൺ ദ ക്ലോത്ത് ഓഫ് ഫ്ലൈറ്റി വുമൺ.
ഫ്ലൈറ്റി വുമൺ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഇന്നത് സാധിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ അവൾ പുറപ്പെട്ടു. ആൻഡ് ഹറീഡ്ലി ഷീ സെറ്റ് ഔട്ട് എന്നാണ്. ഒന്നുകൂടെ ആ സെൻറ്റൻസ് വായിക്കാം. ഷീ ടുക്ക് ഓഫ് ആൻഡ് ലെയ്ഡ് aside the garment of mourning that she had been wearing, and like a prostitute she put on the cloth of flighty woman, and hurriedly she set out. അത് അതിമനോഹരമായിട്ട് യാക്കോബ് എഴുതിയിരിക്കുകയാണ്. ഷീ സാറ്റ് ഡൗൺ and kept her eyes on the road for when that merchant might pass by to be plundered by her. അതായത് ഈ മനുഷ്യൻ എപ്പോഴാണ് ഈ റോഡിലൂടെ നടന്നു പോകുന്നത്, അയാളെ തന്നിലേക്ക് ആകർഷിപ്പിക്കുവാൻ വേണ്ടി അവളെല്ലാം സെറ്റാക്കി ആ റോഡിൽ വന്ന് നിൽക്കുകയാണ്, വഴിയരികിൽ വന്ന് നിൽക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ദ സോൾ, ഹാർട്ട് ആൻഡ് ഐസ് ഓഫ് താമാർ, so full of beauty, were raised up to God as she supplicated him, while in outside she was clothed in garb of loose woman, within she was filled with the beauty of holy chastity. ഒന്നും കൂടെ വായിക്കാം. The soul, heart and eyes of Tamar, so full of beauty, were raised up to God. കാരണം ഇവൾക്കറിയാം ഈ ചെയ്യാൻ പോകുന്ന ആക്ട് ശരിയല്ലെന്നറിയാം, പക്ഷേ ഇവൾക്ക് ഉള്ളിൽ ഒരു പരിശുദ്ധാത്മ പ്രേരണ പോലെയാണ്. അതുകൊണ്ട് അവൾ സ്വർഗത്തിലേക്ക്, ഉയരങ്ങളിലേക്ക്, ദൈവത്തിങ്കിലേക്ക് അവളുടെ കണ്ണുകളെ ഉയർത്തിയെന്നാണ്. ദ സോൾ, ഹാർട്ട് ആൻഡ് ഐസ് ഓഫ് താമർ, സോ ഫുൾ ഓഫ് ബ്യൂട്ടി, വെർ റേസ്ഡ് അപ്പ് ടു ഗാഡ് ആസ് ഷീ സപ്ലിക്കേറ്റഡ് ഹിം. യഹൂദയുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അവളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർന്നു. കാരണം അവിടെ ഉള്ളിൽ ആ വിശ്വാസം ഈ സന്തതിയെപ്പറ്റിയാണ്. ഏത് സന്തതിയെപ്പറ്റി? ക്രിസ്തു എന്ന സന്തതിയെപ്പറ്റിയാണ്. വൈൽ ഇൻ ഔട്ട്സൈഡ് ഷീ വാസ് ക്ലോത്ത് ഇൻ ദ ഗ്രാപ്പ് ഓഫ് ലൂസ് വിമൺ. പുറമേ നോക്കുമ്പോൾ അവൾ വളരെ ലൂസായിട്ടുള്ള വിമണാണെങ്കിലും വിത്തിൻ ഷീ വാസ് ഫിൽഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ഹോളി ചാസ്റ്റിറ്റി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാവ്യഭാവനയാണ്. ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ കറുത്തവളെങ്കിലും കേദാർ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശ്ശീലകൾ പോലെയും അഴകുള്ളവളാകുന്നു എന്ന്. അതായത് പുറമേ നോക്കുമ്പോൾ ഞാൻ കറുത്തവളാണ്, പക്ഷേ ഞാൻ ഉള്ളിൽ അഴകുള്ളവളാകുന്നു എന്ന്. ഇതിനെ പരിശുദ്ധ മാതാവിനോട് ഉപമിച്ചുകൊണ്ട് പിതാക്കന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. ശലോമോൻ്റെ തിരശ്ശീലയുമായിട്ട് വർണ്ണിക്കുമ്പോൾ ഈ ഒരു ഭാഗം എടുക്കുന്നുണ്ട്. കേദാർ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശ്ശീലകൾ പോലെയും അഴകുള്ളവളാകുന്നു. കേദാർ കൂടാരങ്ങളെ പോലെ പരിശുദ്ധ മാതാവിനെ വർണ്ണിക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഇത് കട്ട പിടിച്ച് കരി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ അകത്ത്, ഈ കൂടാരത്തിനകത്ത് വിശുദ്ധ വസ്തുക്കളാണ് വെച്ചിരിക്കുന്നത്, വിശുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഈ താമാറിന് പരിശുദ്ധ മാതാവുമായിട്ട് സാമ്യമുണ്ട്. അതായത് ക്രിസ്തു എന്ന സന്തതിയെ ജനിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവൾ തീരുമാനിക്കുമ്പോൾ അതിനെന്തും ചെയ്യുവാൻ തൻ്റെ ഹൃദയത്തിന് താല്പര്യമില്ലെങ്കിലും ഇത് ജനിച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വിശ്വാസത്തെയാണ് ഇവൾ നീതീകരിക്കുന്നത്. ഇവളുടെ പ്രവൃത്തിയിലൂടെ ലോകം നോക്കുമ്പോൾ ആ പ്രവൃത്തിയെ നീതീകരിക്കുവാൻ പറ്റില്ല, പക്ഷേ ദൈവം അവളെ നീതീകരിക്കുകയാണ്. അതുകൊണ്ടാണ് യഹൂദ പ്രവചനം പോലെ പറഞ്ഞത്, അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദയ്ക്കത് മനസ്സിലായി. വീണ്ടും യാക്കോബ് പറയാണ്, ഫ്രം ദ എക്സ്റ്റീരിയർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്, വെക്സ്ഡ് ആൻഡ് ഫുൾ ഓഫ് ഫോൾട്ട്, ബട്ട് വിത്തിൻ എ സോൾ which was radiant with the future of the shining of the only promised child. എത്ര മനോഹരമാണ്. പുറമേ നോക്കുമ്പോൾ വേശ്യയാണ്, പക്ഷേ അകം ഒരു സന്തതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രകാശനം പോലെ ജ്വലിച്ചു നിൽക്കുന്നു. ഇതാണ് താമാർ. Now because God's providence was involved in that affair, Judah was not able to win Tamar's prayer and her intention. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. യാക്കോബ് ഒരു കാര്യം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് യൂദ ഒരു അപ്രൈറ്റ്, അതായത് പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു.
അദ്ദേഹത്തിന് ഈ വേശ്യകളെ കാണുമ്പോൾ പുറകെ പോകുന്ന സ്വഭാവമൊന്നുമുള്ള ആളല്ല എന്നാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഒരു പ്രേരണ പോലെ അവന് ഈ മൂടുപടം ധരിച്ച ഇവളിൽ ആകർഷണം തോന്നുകയാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ ആകർഷണം തോന്നണമെങ്കിൽ അവളുടെ മുഖമെങ്കിലും കാണണം. ഇത് മൂടുപടം ധരിച്ചിരുന്ന താമാറിൽ ആകൃഷ്ടയാകേണ്ടി വന്നത് ദൈവനിയോഗപ്രകാരമായിരുന്നു എന്ന് പിതാക്കന്മാർ സമർത്ഥിക്കുന്നത് യാക്കോബിൻ്റെ ഈ ഹോമിലീസിലാണ്. സെറൂഗിലെ യാക്കോബ് പറയാണ്, നൗ ബിക്കോസ് ഗോഡ്സ് പ്രോവിഡൻസ് വാസ് ഇൻവോൾവ് ഇൻ ദാറ്റ് അഫെയർ, ജൂഡ വാസ് നോട്ട് ഏബിൾ ടു വിൻ താമാസ് പ്രെയർ ആൻഡ് ഹെർ ഇൻറ്റൻഷൻ. താമാറിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥനയും അവളുടെ ഒരു നിശ്ചയദാർഢ്യത്തെയും യൂദയ്ക്ക് മറികടക്കുവാൻ സാധ്യമായില്ല. കാരണം ഇതിൽ ദൈവത്തിൻ്റെ ഒരു കൈയുണ്ടായിരുന്നു. സോ ഫുൾ ഓഫ് ബ്യൂട്ടി കോസ് ദ ഹാർട്ട് ഓഫ് ദാറ്റ് അപ്രൈറ്റ് മാൻ ടു ടേൺ അസൈഡ് ടു ദ പ്രോസ്റ്റിറ്റ്യൂട്ട്. അതായത് മുഴുവൻ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഒന്നുകൂടെ വായിക്കാം. നൗ ബിക്കോസ് ഗോഡ്സ് പ്രോവിഡൻസ് വാസ് ഇൻവോൾവ് ഇൻ ദാറ്റ് അഫെയർ, ജൂഡ വാസ് നോട്ട് ഏബിൾ ടു വിൻ താമാസ് prayer and intention, so full of beauty, caused the heart of that upright man to turn aside to the prostitute. അപ്പോൾ ഇവളുടെ ഈ ഇൻറ്റൻഷനെ വളരെ മനോഹരമായ ദൈവികമായ ഒരു ഇൻറ്റൻഷനായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. സോ ഫുൾ ഓഫ് ബ്യൂട്ടി, ഏത് അവളുടെ ഇൻറ്റൻഷൻ, സോ ഫുൾ ഓഫ് ബ്യൂട്ടി കോസ് ദ ഹാർട്ട് ഓഫ് ദാറ്റ് അപ്രൈറ്റ് മാൻ ടു ടേൺ അസൈഡ് ടു ഹെർ. വീണ്ടും പറയാണ്, God saw how much she was longing for epiphany of his son. ഇതാണ് God saw how much she was longing for the epiphany of his son. താമാറ് ക്രിസ്തുവിന് വേണ്ടി എന്തുമാത്രം ദാഹിച്ചിരുന്നു എന്ന് ദൈവം അവളുടെ ഉള്ളു കാണുകയാണ്. അപ്പോൾ പുറമേ അവൾ ചെയ്തത് എന്താണെന്നുള്ളത് അവിടെ വിഷയമായില്ല. താമാറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അതുപോലെ ആകണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഇത് സംഭവിച്ചേ പറ്റുകയുള്ളൂ. God saw how much she was longing for the epiphany of his son, and because she was worthy, he granted her to find what she wanted. God saw how much she was longing for the epiphany of his son എന്നാണ്, ഉദയം ചെയ്യുന്ന. അതാണ് ആ സിറിയക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ നഹ് മൽക്കോക്സെ ഹുവോ ഈഹൂദോ നബ്സെ തോമാർ മെൻ ഹാസെ യൗമോനോ ദ നഹ് നസ്ഹാനെ. അത് ഉദയം ചെയ്തതിനെ അവൾ അപഹരിച്ചു. അതാണ് ക്രിസ്തുവിനെ സ്റ്റീൽ ചെയ്തിങ്ങെടുത്തു എന്നാണ്. വീണ്ടും പറയാണ്, ഹെർ ഹാർട്ട് റിജോയ്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ ഇൻ്റർകോഴ്സ് വിത്ത് ദ അപ്രൈറ്റ് മാൻ, ഫോർ ഷീ ഹാഡ് സ്നാച്ച്ഡ് ദ വെൽത്ത് ഫ്രം ദ മർച്ചൻറ്റ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ക്രിയ നടക്കുമ്പോൾ അവളുടെ ഉള്ള് സന്തോഷത്താൽ പിടയുകയായിരുന്നു. കാരണം ആ കാമാർത്തിയിലുള്ളതോ ഒന്നുമല്ല. അവൾക്ക് അന്നേരം അതൊന്നുമില്ല. കാമാർത്തിയൊന്നും അവിടെ ഇല്ല. കാമം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. ഇവളുടെ ഉള്ളിൽ ആനന്ദം വന്നത് ഇവൾ യൂദയുടെ ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തു എന്ന ആ ഉദയം ചെയ്ത നക്ഷത്രത്തെ അവളിലേക്ക് അവൾ മോഷ്ടിച്ചെടുത്തതിൻ്റെ ആനന്ദമാണ്. ഹെർ ഹാർട്ട് റിജോയ്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ദ ഇൻ്റർകോഴ്സ് വിത്ത് ദ അപ്രൈറ്റ് മാൻ, ഫോർ ഷീ ഹാഡ് സ്നാച്ച്ഡ് ദ വെൽത്ത് ഫ്രം ദ മർച്ചൻറ്റ്. സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു ലൈംഗിക തീഷ്ണതയോ യഹൂദായോടുള്ള വൈരാഗ്യം കാരണമോ ആണെന്ന് വിചാരിക്കാം. ഇതതുമായിട്ടൊന്നും കുലബന്ധം പോലുമില്ല. ഇത് ദൈവനിയോഗത്താൽ ക്രിസ്തു ഈ പരമ്പരയിൽ ജനിക്കുവാനായിട്ട് അവൾ നിയോഗിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ ഒരു യഹൂദനായിരിക്കെ ഇവളെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ മാതാവിനോടാണ് ഇവളെ താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നോർക്കണം. അവൾ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. പക്ഷേ അത് അവളുടെ വിശ്വാസത്തിൽ ആ പ്രവൃത്തി നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ട് യഹൂദ അവളുടെ ഉറപ്പിൻ്റെ ബലത്തിൽ അവളോട് പറയുകയാണ്, മകളെ നീ എന്നേക്കാൾ നീതിയുള്ളവൾ. ഏതുറപ്പിൻ്റെ ബലത്തിൽ? അവൾ ഈ ആക്ട് കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു ഉറപ്പായിട്ട്. അതിന് പറയുന്ന റഹ്ബോനോ എന്നാണ്. റഹ്ബോനോ എന്ന് പറഞ്ഞാൽ പണയം, ഉറപ്പ്. എന്തൊക്കെയാണ് വാങ്ങിച്ചത്?
ഒന്ന് മുദ്രമോതിരം, 2 മോതിര ചരട് കെട്ടിയിരുന്ന ആ ഉത്തരീയം, 3 ഊന്നുവടി. അതാണ് വിവാഹ ശുശ്രൂഷയിൽ താമാർ ഉത്തമയായി 3 നാൾ എന്ന് പറയുന്നത്. വിവാഹ ശുശ്രൂഷയിൽ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റാൻസ പാടുമ്പോൾ, അതായത് മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു, പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൽ ഗോല്യാത്തിനെ ദാവീദും താമാർ ഉത്തമയായി 3 നാൾ. ഇത് പാടിയിട്ട് അടുത്ത സ്റ്റാൻസ പാടുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റാൻസയിൽ വിശ്വസ്തേ സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട. അടുത്ത ലൈൻ ശ്രദ്ധിക്കണം. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവേടിയില്ല. അതായത് അപരനെ അല്ല മോഹിച്ചത്, മോഹിക്കേണ്ടവനെയാണ് താമാർ മോഹിച്ചത്. അതുകൊണ്ട് കല്യാണ ശുശ്രൂഷയിൽ പിതാക്കന്മാർ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ 2 സ്റ്റാൻസായും തമ്മിൽ. താമാർ മോഹിച്ചത് ക്രിസ്തുവിനെയാണ്. എന്നിട്ട് അടുത്ത സ്റ്റാൻസായിൽ പറയുകയാണ്, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവേടിയില്ല. അപരനെ നീ മോഹിക്കാഞ്ഞതിനാൽ, അവൾ മോഷ്ടിച്ചെടുത്തത് ക്രിസ്തുവിനെയാണ്. ഈ താമാർ സഭയുടെ പ്രതീകം കൂടെയാണ്. സഭ മോഹിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ നേടിയേ പറ്റത്തുള്ളൂ. ഇവൾ ക്രിസ്തുവിനെ മോഹിച്ച് യഹൂദ പാരമ്പര്യത്തിൽ ഇവൻ പിറക്കുമെന്നുള്ള ആ വിശ്വാസം സ്വയത്തിൽ ഏറ്റെടുത്ത് അതിനെ നിവർത്തിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായതുപോലെ ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, പരിശുദ്ധാത്മ പ്രേരിതമായി എന്തും ചെയ്യുവാനുള്ള ഒരു ഉറപ്പ് താമാർ നേടിയെടുത്തതുപോലെ നമ്മൾ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. താമാർ നേടിയെടുത്ത ഉറപ്പ് 1 മുദ്രമോതിരം, 2 ഉത്തരീയം, 3 ഊന്നുവടി. ഈ 3 കൂട്ടം കാര്യങ്ങളെയും സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് 3 പുതിയ നിയമത്തിലെ പൊരുളായ അടയാളങ്ങളോടുകൂടിയാണ്. ഊന്നുവടി കർത്താവിൻ്റെ കുരിശാണ്. മുദ്രമോതിരം എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ പരിശുദ്ധ മൂറോനാൽ നമ്മുടെ നെറ്റിയിൽ പതിപ്പിച്ചിരിക്കുന്ന മുദ്രയാണ്. ആ ഉത്തരീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോതിര ചരട് കെട്ടിയിരുന്ന ആ കഴുത്തിൽ ചുറ്റിയിരുന്ന ആ തുണി എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസായാകുന്ന അനശ്വര വസ്ത്രത്തിൻ്റെ പ്രതീകമാണ്. അതായത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന നമ്മൾ മണവാളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്ന മണവാളത്വത്തിൻ്റെ മണവാട്ടിയിന്മേലുള്ള മുദ്രയാണ് പരിശുദ്ധ മാമോദീസായും മൂറോനും കർത്താവിൻ്റെ കുരിശും. ഇത് 3 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. നിൻ്റെ കഷ്ടതകൾ, വ്യഥകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, നിന്നെ അലട്ടുന്ന സർവ്വവിധ വേദനകളും, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, എങ്ങനെയാണെങ്കിലും അത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. അതും പിടിച്ചുകൊണ്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ മണവാട്ടി സ്ഥാനം മോഹിക്കുവാൻ. 2 പരിശുദ്ധ മാമോദീസായിൽ മൂറോനാൽ മുദ്ര കൊത്തപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ മുദ്രാഭിഷേകം. 3 പരിശുദ്ധ മാമോദീസ എന്ന അനശ്വര വസ്ത്രം. അങ്ങനെ പുത്രപുത്രീ സ്വീകാര്യമായി കർത്താവിൻ്റെ മണവാട്ടി സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ ഈ ഉറപ്പ് നമ്മൾ കർത്താവിൽ നിന്ന്
നേടിയെടുക്കണം. സഭ താമാറിൻ്റെ മറ്റൊരു റെപ്ലിക്കയാണ്. ഈ താമാർ വംശാവലിയിൽ വരണ്ടേ? കാരണം അവൾ മോഹിച്ചത് ഉദയനക്ഷത്രത്തെയാണ്. അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു എന്നാണ്. യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ. അവൾ മോഹിച്ചൊരു ലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. മൂടുപടം വടിമോതിരമിവയാൽ താമാർ വിജയം സമ്പാദിച്ചു. പൊക്കണവും കല്ലും കവിണയുമായി വെന്നാൻ ഗോല്യാത്തിനെ ദാവീദും താമാറുത്തമയായി മൂന്നാം ദാവീദുന്നതനായി മൂന്നാം സംരക്ഷകനാം തൃത്വത്തെ വിശ്വാസിനി പാവന സഭയാൽ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. വിശ്വസ്തേ സഭയെ ഭയമെന്തിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടികില്ല. ലോകത്തിനവസാനത്തിൽ പാരും മാനുമഴിഞ്ഞാലും വാഴും നീയാവത്തന്നേ. താതാത്മജ വിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസ. മുറിയോരായി മലനുവതാ